വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലിജു നാരങ്ങപ്പുറത്ത് എഴുതിയിട്ടുള്ള രക്തസാക്ഷി എന്ന നോവലാണ്. ലിജു നാരങ്ങപ്പുറത്ത് എഴുതിയിട്ടുള്ള രക്തസാക്ഷി എന്ന് പറഞ്ഞ നോവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാൻകൈൻഡ് ലിറ്ററേച്ചർ ആണ്. ഇതിന്റെ വില 380 രൂപയാണ്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നോവലാണ്. നമുക്ക് ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ പെരിഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. ദുബായിൽ ജോലി ചെയ്ത് UK-യിലാണ് ഇപ്പോൾ അദ്ദേഹം വസിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ്. എത്രയൊക്കെ നമുക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് നമ്മളുടെ പരിസരത്ത് നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാകും. നമ്മൾ ഇന്നൊരു പാർട്ടിയോട് നമുക്ക് പ്രത്യേകിച്ച് ചായ്വൊന്നും ഇല്ലെങ്കിലും ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ്. നമ്മൾ ന്യൂസ് പേപ്പറുകളിലും അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലും കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മൾ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ചില പാർട്ടികളോട് അല്ലെങ്കിൽ പ്രത്യേക പാർട്ടിയോട് നമുക്കൊരു ചായ്വ് ഉണ്ടാവാം. നമ്മൾ അതിൽ പ്രവർത്തിക്കണമെന്നല്ല, പക്ഷെ അവരുടെ ആശയങ്ങളോട് നമുക്ക് ഒരു ചായ്വ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു സാമൂഹിക ജീവിയാണ്. നമ്മൾ ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ഒരു മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് രാഷ്ട്രീയം, നമ്മൾ പറയും, ആരോടെങ്കിലും ചോദിച്ചാൽ ചിലർ പറയും നമുക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇത്രയും പറഞ്ഞു വന്നത് ഈ പുസ്തകത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പുസ്തകത്തിന്റെ പേര് രക്തസാക്ഷി എന്നാണ്. രക്തസാക്ഷി എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഉള്ളടക്കം എന്താവും എന്നുള്ളത്. അങ്ങനെ ഒരു കഥ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഈ നോവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ, ഞാൻ ഇതിന്റെ ഒരു ചെറിയ കഥയുടെ ഒരു രത്നച്ചുരുക്കം പറയുകയാണെങ്കിൽ, ഇതൊരു വിമൽ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. കഥ തുടങ്ങുമ്പോൾ വിമൽ പ്രസാദ് ജയിലിലാണ് നോവൽ തുടങ്ങുമ്പോൾ. അപ്പോ ഒരു രാഷ്ട്രീയ തടവുകാരനായിട്ടാണ് വിമൽ പ്രസാദ് ജയിലിൽ കിടക്കുന്നത്. പക്ഷെ അതൊരു ചതിയുടെ ഭാഗമായിട്ടുള്ളതാണോ, ശരിക്കും അയാൾ ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുണ്ടോ, അതോ ചരട് വലിക്കുള്ളിൽപ്പെട്ട് അയാൾ ജയിലിലാണോ, അയാൾ നിരപരാധിയാണോ എന്നുള്ളതാണ് ഈ നോവൽ തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയും കാര്യങ്ങളൊക്കെ. അതാണ് ശരിക്കും ഇതിലെ നായകനാണല്ലോ, അപ്പൊ നായകൻ അങ്ങനെയാണോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഈ നോവലിനെ നമ്മൾ മുന്നോട്ട് വായിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഈ നോവലിനകത്ത് വിമൽ പ്രസാദ് ഒരു നിർധന കുടുംബത്തിലെ ഒരു അംഗമാണ്. അച്ഛൻ നാരായണനും അമ്മ ശാന്തയും ചേട്ടൻ മനോജും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു കുടുംബം. അപ്പൊ അച്ഛൻ നാരായണൻ ഒരു തെങ്ങുകയറ്റക്കാരനാണ്. പക്ഷെ നല്ല കൂലിയും ഒരുപാട് പണികളും ഒക്കെ ഉണ്ടെങ്കിലും കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ ഷാപ്പിൽ കൊടുത്തിട്ട് വീട്ടില് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അച്ഛനാണ്. മക്കളോട് സ്നേഹമില്ലായ്മയല്ല, പക്ഷെ അയാളുടെ ഒരു ബലഹീനതയാണ് ഷാപ്പില് പോയി ഉള്ള സമ്പാദ്യം മുഴുവൻ കൊടുക്കാറുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ നാരായണന്റെ ഭാര്യയായ ശാന്തയുണ്ട്. ശാന്ത ഭയങ്കര, നമുക്ക് എന്താ പറയാ, സർവം സഹയായിട്ടുള്ള ഒരു അമ്മയായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോ ശാന്ത എന്താണെന്ന് വെച്ചാല് പശുവിനെ വളർത്തിയും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ഒക്കെ 3 നേരം ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ശാന്ത എന്ന അമ്മയുടെ ജോലിയായിട്ട് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര പെടാപ്പാട് പെട്ടിട്ടാണ് ശാന്ത മക്കളെ വളർത്തുന്നത്. അങ്ങനെ ഒരു മഴക്കാലത്ത് തെങ്ങ് കയറി നാരായണൻ താഴെ വീണ് കിടപ്പിലാവുകയാണ്. അപ്പൊ അതിനുശേഷമാണ് ഈ വിമലിന്റെ ചേട്ടനായ മനോജ് ഒരു ജോലിക്ക് ഇറങ്ങും. അദ്ദേഹം ആദ്യം പാരലൽ കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നു, പക്ഷെ അതിനേക്കാളും കൂലി കപ്പണയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ കപ്പണ എന്നുള്ള വാക്കൊക്കെ ആ ഒരു നാടിന്റെ സംസ്കാരത്തിനോട് ചേർന്നിട്ടുള്ള വാക്കാണ്. അപ്പൊ ചെങ്കല്ല് തൊഴിലാളിയാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും കാശ് കിട്ടുന്നത് കപ്പട പണിയിലാണ് അല്ലെങ്കിൽ ചെങ്കല് പണിയിലാണ് എന്ന് അറിഞ്ഞിട്ട് മനോജ് പിന്നെ അങ്ങോട്ട് പണിക്ക് പോവുകയാണ്. അപ്പൊ മനോജ് ഒരു സ്നേഹിച്ചിട്ട് ലതിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശാന്ത ഭയങ്കര നല്ലൊരു അമ്മയാണെന്ന്. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന മരുമകളായിട്ട് പോലും അവൾ എന്റെ തന്നെയാണ് എന്നുള്ള ചിന്തയിലാണ് ശാന്ത ലതികയെ നോക്കുന്നത്. അങ്ങനെ മനോജും ലതികയും ഒരു കുഞ്ഞും ആണ് പിന്നീട് ഇവരുടെ കുടുംബത്തിലെ കൂടി വരുന്ന കുടുംബാംഗങ്ങൾ. അങ്ങനെ മനോജാണ് കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. വിമൽ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. 23 വയസ്സിലുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് LLBക്ക് പോകണം എന്നൊക്കെയാണ് വിമലിന്റെ ആഗ്രഹമായിട്ടുള്ളത്.
അപ്പൊ ഇതിനകത്ത് കഥയുടെ ഒരു പ്ലോട്ട്, അതായത് ഇങ്ങനെ കുടുംബത്തിന്റെ കഥകൾ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭാരതബന്ദ് നടക്കുകയാണ്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ഭാരതബന്ദ് നടക്കുകയാണ്. അപ്പോൾ തൊഴിലാളി യൂണിയനുകളെല്ലാവരും ഈ ബന്ദ് ഒന്നുകൂടി ശക്തമാക്കാനായിട്ട് റോഡ് തടയലും, ഇന്ന് രാത്രി 12 മണി തൊട്ട് പിറ്റേ ദിവസം 12 മണി വരെയുള്ള വലിയ ബന്ദാണ്. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുക, വണ്ടികൾ പോകാതെ എടുക്കുക, പോസ്റ്ററുകൾ ഒട്ടിക്കുക, അങ്ങനെ പാർട്ടി പ്രവർത്തകർ ഭയങ്കരമായ ഉത്സാഹത്തിൽ നടക്കുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് കല്ലുകൾ മാത്രം വെച്ചാൽ ശരിയാവില്ല, കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടി വെക്കണം, അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ, അതായത് കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിക്കാർ വന്നിട്ട് ഈ കല്ലൊക്കെ എടുത്തു മാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്നുള്ള ഒരു ചിന്തയില് ഇവർ ആ ബസ് സ്റ്റോപ്പില്, അവിടെ ഒരു ബസ് സ്റ്റോപ്പില് ഒരു പോസ്റ്റ് ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇവർ ആ പോസ്റ്റ് അവരെടുത്ത് റോഡിന് കുറുകെ ഇടുകയാണ്. പക്ഷെ ആ പോസ്റ്റ് ശരിക്കും ആ പോസ്റ്റ് ഒരു സാധാരണ ഒരു പോസ്റ്റാണ്. പക്ഷെ ആ പോസ്റ്റ് എതിർ പാർട്ടിക്കാരുടെ കൊടി കെട്ടിയ പോസ്റ്റ് ആണ് എന്നുള്ള തർക്കവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിന്തകളും ഒക്കെ ആയി വന്നപ്പോ എതിർ പാർട്ടിക്കാര് ഈ തൊഴിലാളി യൂണിയന്റെ ബാലൻ എന്ന് പറഞ്ഞ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ്. അദ്ദേഹം കിടപ്പിലാവുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോ ഒരു പാർട്ടിക്കാരനെ ഉപദ്രവിച്ചു, പിന്നെ തിരിച്ച് പ്രതികാരം ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരങ്ങൾ ചെയ്ത് എന്താണ് ഓരോ കുടുംബത്തിലെയും ഓരോരുത്തർ കിടപ്പിലാവുകയോ അല്ലെങ്കിൽ മരിച്ചു വീഴുകയൊക്കെ ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോ കുടുംബത്തിലും ഓരോരുത്തർ ഒരു ഗൃഹനാഥൻ തളർന്നു വീണാൽ ആ കുടുംബത്തിന്റെ അന്നം മുട്ടി എന്നുള്ളത് പോലെയാണ്. അപ്പൊ അങ്ങനെ ചിലർ കിടപ്പിലാവുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമായിട്ട് നടക്കുന്നതാണ് ഇതിലത്തെ കഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വിമൽ എന്ന് പറഞ്ഞ നായകനായിട്ടുള്ള വിമൽ ഒരു അനുശ്രീ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ അനുശ്രീ എതിർ പാർട്ടിയിലെ ജയദേവൻ വക്കീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ മകളാണ്. അപ്പോ അനു എന്ന് അനു പറയുന്നുണ്ട് അച്ഛനോട്, എനിക്ക് വിമലിനെ ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ ഇതില് ജയദേവൻ വക്കീൽ പറയുന്ന വാചകമാണ് ഇതിന്റെ നമ്മുടെ കേരളത്തിൽ ഇന്നും മാറാത്ത ഒരു സംസ്കാരമായിട്ട്, അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ ചിന്ത മാറാത്തതിൻ്റെ, അതായത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണെങ്കിലും കുഴപ്പമില്ല, സ്വന്തം മതത്തിലെ താഴ്ന്ന ജാതിക്കാരന് എൻ്റെ മകളെ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ജയദേവൻ വക്കീൽ അനു എന്ന് പറഞ്ഞ മകളോട് പറയുന്നത്. അപ്പോൾ ആ ബന്ധം പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചരടുവഴികൾക്കിടയിലാണ് വിമൽ പെട്ടുപോകുന്നതും. വിമൽ പിന്നെ ഈ കഥയിൽ വരുന്നത് വിമൽ ജയിലിൽ നിന്ന് മോചിതനാവുമോ, അല്ലെങ്കിൽ അനുവിനെ പുറത്തിറങ്ങിയ അനുവിനെ അവരുടെ പ്രേമം പൂർത്തീകരിക്കുമോ, ഇതൊക്കെയാണ് ഈ കഥയിൽ നമ്മൾ വായിച്ച അവസാനം വരെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു നോവല് നമുക്ക് ഇങ്ങനെ ഒരു ഉദ്വേഗമാണ്. ശരിക്കും വിമൽ ജയിലിൽ നിന്ന് മോചിതനാകുമോ, ശരിക്കും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ നോവൽ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് മാറുന്നത്. പിന്നെ ഈ നോവലിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ണൂർ പെരിഞ്ചേരി, ഞാൻ പറഞ്ഞല്ലോ എഴുത്തുകാരൻ ആ ഭാഗത്താണ്. അപ്പൊ ആ നാടിന്റെ സംസ്കാരം, ആ നാടിന്റെ ഭാഷ, ആ നാട്ടിലെ ആചാരങ്ങൾ, ഉത്സവങ്ങൾ, ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മളൊരു നാടിനെ, ഇപ്പൊ ഞാൻ ഈ തൃശ്ശൂരിൽ നിൽക്കുന്ന ഞാൻ കണ്ണൂര് പെരിഞ്ചേരി എന്ന് പറഞ്ഞ നാടിനെ അറിയണമെങ്കിൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കണം. എന്താണ് അവരുടെ ചിന്താഗതി, എന്താണ് അവരുടെ ആചാരങ്ങൾ, എന്താണ് അവരുടെ ഉത്സവങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പുസ്തകങ്ങളിലൂടെയാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സഹായമായി ഞാൻ ആ നാടിനെ ശരിക്കും ഈ പുസ്തകത്തിലൂടെ അറിയാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ള സൗഹൃദങ്ങളാണ്. സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ അത് പല ജാതി ആയിട്ടുള്ള, അല്ലെങ്കിൽ പല മതത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ഒരു കുടുംബം അനാഥമാവുമ്പോൾ, അതിപ്പോ ഏത് പാർട്ടിയിലായാലും ഒരു കുടുംബം അനാഥമാവുമ്പോൾ, ഒരു ഗൃഹനാഥൻ ഇല്ലാതെയാവുമ്പോൾ ആ കൂട്ടുകാരെ സൗഹൃദങ്ങൾ മുൻനിർത്തിയിട്ട് ബന്ധുക്കളെക്കാൾ കൂടുതൽ സൗഹൃദങ്ങളാണ് ആ നാട്ടിലുള്ള. അപ്പോൾ ഒരാൾ കിടപ്പിലാവുമ്പോൾ അയാളെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തണമെങ്കിൽ, അയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിൽ ഭാര്യയും മക്കൾക്കും എല്ലാം സാധിക്കണമെന്നില്ല. അപ്പൊ ഈ സൗഹൃദങ്ങളാണ് ഈ കൊണ്ടുപോകുന്നതും അവരെ സഹായിക്കുന്നതും അവരുടെ കുടുംബം നടത്തുന്നതും ഒക്കെ. അപ്പോൾ ഇതൊന്നും ചിലപ്പോ മരിച്ചു പോകുന്ന കുടുംബത്തെ സ്വന്തം എന്താ പറയാ ഭാര്യയെ, അല്ലെങ്കിൽ ആ ഗൃഹനാഥൻ മരിച്ചുപോയ ആ
ഭാര്യയെയോ അല്ലെങ്കിൽ ആ അമ്മയെ സ്വന്തം അമ്മയെ പോലെയോ സ്വന്തം പെങ്ങളെ പോലെയോ ഒക്കെ കണ്ടിട്ട് ആ കുടുംബം നടത്തുക. അങ്ങനെ ഒരു സൗഹൃദവും കൂടി ഇതിനകത്തുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ ഞാനൊക്കെ താമസിക്കുന്ന ടൗൺ ഏരിയയിൽ ചിലപ്പോൾ അങ്ങനെ മീൻസ് നഗര ജീവിതങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ല. അതൊരു ഗ്രാമപ്രദേശമാണ്. പാടവും പറമ്പും നെല്ലും കൃഷിയും ഒക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോ എൻ്റെ അല്ലെങ്കിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന് വരുമ്പോൾ അത് സ്വന്തം കുടുംബമായിട്ട് തോന്നുന്നത് കൊണ്ടാവാം അതൊരു രീതിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ്. ഇദ്ദേഹത്തിന്റെ സാഹിത്യ ഭാഷ ആയാലും അല്ലെങ്കിൽ ഇതിലെ ഉപമകളായാലും രൂപകങ്ങൾ അങ്ങനെ ഒരു സാഹിത്യപരമായിട്ടുള്ള ഭാഷയായാലും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇതൊരു ആദ്യത്തെ നോവലാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ വളരെ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വായിച്ചിരിക്കാനായിട്ട് വളരെ രസകരമുള്ള ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിന്റെ ഒരു കുറ്റം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഈ എഡിറ്റിംഗ്, ഒരു പുസ്തകം ഏറ്റവും മനോഹരമാകുന്നത് എഡിറ്റിംഗ് നന്നാവുമ്പോഴാണ്. അതൊരു എന്താണ്, നമ്മൾ ഒരു എഴുത്തുകാരൻ ആദ്യം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി അതിൽ നിന്ന് തെറ്റി തിരുത്തി 2, 3, 4 എത്രയോ പ്രാവശ്യം തിരുത്തി എഴുതിയിട്ട് ഫൈനൽ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുത്തുകാരന്റെ ചിന്താഗതികളാണ് നമ്മൾ ഒരു പബ്ലിഷർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ ഇന്ന സീൻ, ചില സീനുകൾ നമ്മൾ വിചാരിക്കും ഈ സീൻ കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ, അതൊരു വായനക്കാരന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നതാണ്. ചില സീനുകൾ മുമ്പ് അല്ലെങ്കിൽ ഇത് ഈ സീൻ വേണ്ടിയിരുന്നില്ല. അങ്ങനെ ആ ഒരു എഡിറ്റർക്ക് അത് ഭംഗിയാക്കാൻ പറ്റും. അത് ഭംഗിയാക്കുമ്പോൾ അതിനകത്ത് എന്താണ്, വായിക്കുന്നവന് ഒരു വായനാസുഖം നൽകുക എന്നുള്ളതാണ്. അത് ഇതിനകത്ത് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ സീൻ ബ്രേക്ക് എന്ന് പറയില്ല. ഇപ്പൊ നമ്മള് ഒരു കഥ നടക്കുകയാണ്. ഇപ്പോ ഉദാഹരണം ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോ വിമലും അനുവും കോളേജിൽ നടക്കുന്ന ഒരു സംഭാഷണം, അവരുടെ സംഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ അടുത്ത എഴുതി ആ പേജിന്റെ ഒരു മധ്യത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ടാവും, അവർ തമ്മിൽ അത് അവസാനിച്ചു. പക്ഷെ അടുത്ത സീൻ ചിലപ്പോൾ ഒരു പാർട്ടി ഓഫീസിലത്തെയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലത്തെ കാര്യങ്ങളാവും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സീൻ ബ്രേക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. സാധാരണ പുസ്തകങ്ങളിൽ അങ്ങനെ ഒരു സീൻ ബ്രേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു വരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിഹ്നം അടുത്ത സീനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കാറുണ്ട്. ഇതിനകത്ത് അതില്ല. അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തില് ഞാനിത് വായിച്ച ഒരു 10-100 പേജൊക്കെ ആവുന്നത് വരെ ഇതിലേക്ക് കയറി പറ്റാനായിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോ ആലോചിക്കുമ്പോൾ ഇതിപ്പോ എന്താ ഇങ്ങനെ വന്നേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നിരുന്നു. അപ്പൊ ഇതൊക്കെ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ നോർമലി പ്രത്യേകിച്ച് ഈ മാൻകൈൻഡ് എന്റെ പുസ്തകങ്ങളിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും, പിന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇത് പബ്ലിഷർ ഇത് കാണുന്നുണ്ടെങ്കിൽ പബ്ലിഷറിനോട് പറയുകയാണ്, നിങ്ങൾ ഒരു എഡിറ്റിംഗ് സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ ഒന്നും കൂടി വായനാസുഖമുള്ളതായി മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹൈപ്പായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആ പുസ്തകം ഈ പുസ്തകം എന്ന് പറയുന്നതിനേക്കാളൊക്കെ മികച്ചതായിട്ട് എനിക്ക് ഈ പുസ്തകത്തിന് തോന്നി. കാരണം ഈ ഒരു എന്താ പറയാ, ഒരു വേറിട്ട ഒരു കാര്യമാണ്. രക്തസാക്ഷി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അങ്ങനത്തെ പുസ്തകങ്ങൾ വളരെ കുറവാണ്. ആ പ്ലോട്ട് തന്നെ ഒരു മികച്ചതായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ കുറെ റീൽസിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഒക്കെ കാണുന്നതിനേക്കാൾ നല്ലൊരു പുസ്തകമായിട്ട് എനിക്കിത് തോന്നി. ഇനിയും കൂടുതൽ പ്ലോട്ടുകളും അടുത്ത കഥകളുമായിട്ട് എഴുത്തുകാരൻ വരട്ടെ, നല്ല രീതിയിലുള്ള ഒരു എഴുത്തുകാരനായിട്ട് മാറട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസയായിട്ട് പറയാനുള്ളത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പുസ്തകം വായിച്ചപ്പോൾ അത് ഒന്നും കൂടിയും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ഒരു രക്തസാക്ഷിയോ ഒരു ബലിദാനിയോ ഉണ്ടാകുമ്പോൾ പാർട്ടിക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്കൊരു രക്തസാക്ഷിയോ ഒരു ബലിദാനിയോ അതിന്റെ പേരിൽ പിരിവുകളും അതിന്റെ പേരിൽ അവർക്ക് അവരുടെ ഇതിന് കൂറായിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് ഉണ്ടാവുന്നതാണ്, അത് ഏത് പാർട്ടിക്കായാലും. പക്ഷെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഒരു കുടുംബം അനാഥമായി പോവുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഭർത്താവോ ഒരു അച്ഛനോ ഒരു മകനോ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. പാർട്ടിക്കും ഒക്കെ ഇനിയും ബലിദാനികളെയും ഇനിയും രക്തസാക്ഷികളെയും ഒക്കെ കിട്ടും. നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ആ കുടുംബം. അതോടുകൂടി ആ കുടുംബമാകെ ശിഥിലമായി പോവുക അല്ലെങ്കിൽ അതില്ലാതെയായി പോവുക എന്നുള്ളത്. അതിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിപ്പോ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്തിനാ എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എന്തിനാണ് എന്റെ അച്ഛനെ
കെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും ആ കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ ഒരു 5-6 വയസ്സുള്ള കൊച്ചാണെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അപ്പൊ അതിന്റെ ആ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലങ്ങളോളം നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോ പാർട്ടിക്കാർക്കും എനിക്ക് എപ്പോഴും ന്യൂസ് വായിക്കുമ്പോൾ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ചെയ്യും ആ അമ്മയ്ക്കും ആ ഭാര്യയ്ക്കും ഒക്കെ എന്ത് സമാധാനമാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത. അത് തന്നെയാണ് ഈ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്. ലിജു നാരങ്ങപ്പുറത്ത് എഴുതിയിട്ടുള്ള രക്തസാക്ഷി എന്ന പുസ്തകം. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിക്കുക. ഞാൻ ഒന്നുകൂടി ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല ഒരു പുസ്തകമാണ്, എല്ലാവരും വായിക്കുക. അപ്പൊ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.